നോക്കിയില്ല, നേരെ വെച്ചുപിടിച്ചു ഫ്ലൈറ്റിലേക്ക്. കഴിഞ്ഞ ഫ്ലൈറ്റ് പോലെയല്ല ഈ ഫ്ലൈറ്റ്, നമുക്ക് നോക്കിയാൽ അറിയാം 3 റോ ഉണ്ട്. 3 റോ ഉള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ബോയിങ്ങിന് തന്നെയായിരുന്നു ഫ്ലൈറ്റ്. മറ്റൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ നമ്മളെ സാധനം 40 ആയിരുന്നു. 40യിൽ സീറ്റ് ഉറപ്പിച്ചപ്പോൾ ഒരു ചേച്ചി വന്ന് ചോദിച്ചു, മോനെ ഒന്ന് 41ലേക്ക് ഇരിക്കാമോ എന്ന്. അങ്ങനെ 41ലേക്ക് അവർക്ക് വേണ്ടി ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സീറ്റിലിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെയാണ് നമുക്ക് അവിടെ എക്സസറീസ് എല്ലാം ഉണ്ടായിരുന്നു. എക്സസറീസ് ചുമ്മാ ഒന്ന് തുറന്ന് കാണിച്ചുതരാം. ഒരു പില്ലോയും പിന്നെ ഒരു കമ്പിളിയും, അതുകൂടാതെ നമുക്ക് ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, കളർഫുൾ ആയിട്ടുള്ള ഒരു പാക്കറ്റ്. അത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ളത് മറ്റൊന്നുമല്ല, ഒരു ഐപാഡ് ഉണ്ടായിരുന്നു. ഐപാഡ് ആപ്പിളിന്റെ ഐപാഡ് അല്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് കണ്ണിനുള്ള ഐ ഷെയ്ഡ്, പിന്നെ ഒരു ഷോക്സ് ഉണ്ടായിരുന്നു തണുപ്പിലിടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ബ്രഷും ഒരു ഇയർപാഡും ഉണ്ടായിരുന്നു. ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതും വെച്ച് ഹെഡ്സെറ്റ് കിട്ടിയപ്പോൾ തന്നെ നേരെ മുമ്പിലുള്ള സ്ക്രീനിൽ പോയിട്ട് എന്റർടൈൻമെന്റിൽ മലയാളം മൂവീസ് തപ്പി. മലയാളം മൂവീസ് ഒരു 5-6 മൂവീസ് മാത്രമേ അതിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കാണാതെ നമ്മൾ സുൽത്താൻ ബായിയുടെ സുൽത്താൻ കണ്ടിരുന്നപ്പോഴേക്കും ഉറക്കു നോക്കി. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നേരത്തെ കഴിച്ചത് ഓംലേറ്റ് ആണല്ലോ എന്ന് കരുതി ഇപ്പം പൊറാട്ടയാക്കി നോക്കും. പൊറാട്ട ആണെങ്കിൽ പൊടിഞ്ഞിരിക്കുന്ന ഒരു പൊറാട്ടയാണ് തന്നിരുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ നിന്നും കിട്ടിയിരുന്നത്. അങ്ങനെ അതും കഴിച്ച് ചുമ്മാ വീണ്ടും അടുത്ത ഉറക്കത്തിന് വേണ്ടി ശ്രമിച്ചു. ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഇതിന്റെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന മാപ്പിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം നടത്തി. അതിനെപ്പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ ടൈം പറയുന്നില്ല. അപ്പൊ ഇതിൽ നമുക്ക് പോകാനുള്ള ഡിസ്റ്റൻസ്, കാര്യങ്ങൾ, നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ ഭൂമിയുടെ ഏത് ഭാഗത്താണുള്ളത്, ഫ്ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്, ഫ്ലൈറ്റ് എത്ര ഹൈറ്റിലൂടെയാണ് പോകുന്നത് എന്നുള്ള സകല കാര്യങ്ങളും ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു. മാപ്പ് വട്ടം കറക്കി നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചി വരികയും ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാൻഡീസ് കൊണ്ടുവന്നത്. ക്യാൻഡീസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മഞ്ഞപ്പൊതിയിൽ ഒരു ഡേ സ്നാക്ക് തന്നു. ഡേ സ്നാക്ക് എന്താണെന്നുള്ള വേറൊന്നും ആയിരുന്നില്ല, നമ്മുടെ നാട്ടിലുള്ള സിമ്പിൾ ചിക്കൻ റോൾ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തു. അതും കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ ബേസിൽ ചേട്ടൻ്റെ വയറ്റത്തടി കിട്ടി ലഞ്ച് കഴിക്കാണ്ട് അകത്തേക്ക് പോകുന്ന ഒരു സീന് കണ്ട് ഞാൻ ചിരിച്ചത്. അപ്പൊ തൊട്ടടുത്തിരുന്ന റഷ്യക്കാരത്തി ചേച്ചി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അവരോടൊന്നുമില്ല, ചുമ്മാ ഒരു സിനിമ കണ്ട് ചിരിച്ചാണെന്നും പറഞ്ഞ് വീണ്ടും ഒരു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കേ ഹൂസ്റ്റൺ എത്തി. ഹൂസ്റ്റണിൽ 16 മണിക്കൂർ നേരത്തെ ട്രാവലിന് ശേഷം കാലും എല്ലാം ആകെ തരുത്തൊരു അവസ്ഥയായിരുന്നു. എങ്ങനെയൊക്കെയോ ഉന്തിയും നടന്ന് തുള്ളിയും പോയി ട്രോളി എടുത്ത് നമ്മുടെ ഏജന്റിനെയും കാത്ത് പുറത്തേക്ക് നടന്നു. പുറത്തെത്തി ഏജന്റിനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കാണ് നമ്മുടെ ഏജന്റ് എന്നെ കൂട്ടാൻ വേണ്ടി വണ്ടിയുമായിട്ട് വന്നിരുന്നു. അപ്പൊ ഇത് മുമ്പ് പോകുന്ന ആളായിരുന്നു നമ്മളുടെ ഏജന്റ്. അങ്ങനെ ഏജന്റിന്റെ കൂടെ പിന്നെ അങ്ങേരുടെ വണ്ടിയിൽ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് ഒരു യാത്രയായിരുന്നു. ക്ഷീണം കൊണ്ട് എപ്പോഴും ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു. എന്നാലും ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് ഷിപ്പിലെത്തി. അപ്പം ബാക്കി ഷിപ്പിലെ വിശേഷങ്ങൾ ഷിപ്പിൽ കയറിയിട്ട് കാണാം. ഇതായിരുന്നു എന്റെ യാത്രാ വിശേഷങ്ങൾ ഈ വട്ടത്. ബൈ ബൈ.